ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചന പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. തീർച്ചയായിട്ടും ഇത് ക്രിസ്മസ് സന്ദേശമാണ്. അതുകൊണ്ട് ആമുഖമായി തന്നെ ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. സമൃദ്ധമായ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ തക്കവണ്ണം, ആത്മീയ ജീവിതം ഉണ്ടാകും തക്കവണ്ണം, നിത്യമായ പ്രത്യാശ ഉണ്ടാകും തക്കവണ്ണം ഈ ക്രിസ്മസ് ദിനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫെ, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്രിസ്മസ് സന്ദേശം ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കന്യകയിൽ ഗർഭം ധരിച്ച് കന്യകയിൽ ജനിച്ച് കാൽവരി ക്രൂശ് വരെ മരിച്ച് അടക്കപ്പെട്ട് ഇന്ന് ജീവിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പുത്രനിൽ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത വലിയ കൃപകളെ ഓർത്ത് കർത്താവിനെ നന്ദി പറയുന്നു. ഈ ക്രിസ്മസ് ദിനം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ, ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് അല്ലെങ്കിൽ കരുണ കാണിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പഠിപ്പിക്കണമേ. ഈ യേശുവിനെ, അവൻ ദൈവം നമ്മോട് കൂടെ എന്നുള്ള കാര്യം മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾക്ക്, ഭൗതികവും ആയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക്, പ്രത്യാശയുടെ വിഷയങ്ങൾ ഞങ്ങളുടെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ഈ സുദിനങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിന് 1-ാം അധ്യായം അതിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ്. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തു മതം, ക്രിസ്തുവിൻ്റെ അനുയായികളുടെ വിശ്വാസം, അത് യഥാർത്ഥ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം ചരിത്രത്തിൽ
യഥാർത്ഥമായിട്ട് സത്യമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇത് കെട്ട് കഥകളല്ല. അതുകൊണ്ട് മത്തായിയുടെ ആരംഭിക്കുന്നത് അബ്രാഹമിൻ്റെ സന്തതിയായ, ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്ന് പറയുക, യേശു എന്ന ആ വ്യക്തി പൂർണ്ണ മനുഷ്യനും ദാവീദ് കുലത്തിൽ ജനിച്ചവനും എബ്രാഹിമിൻ്റെ സന്തതിയായി ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട് ജനിച്ചവനുമാണ്. ഇത് വളരെ പ്രധാനം. ഇത് വേറൊരു മതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ വംശാവലി വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹീതമായ ഒരു നമ്മുടെ സത്യത്തെ അത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ചരിത്ര വസ്തുത, വംശാവലി എന്നുള്ളത്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു അതൊരു ചരിത്ര പുരുഷനാണ്. ഹിസ്റ്ററി, ഹീ ഈസ് ബോൺ ഇൻ ഹിസ്റ്ററി, ഇൻ ടൈം, ഓൺ എർത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ വംശാവലിയുണ്ട്, അവൻ ചരിത്രത്തിലുണ്ട്, അവൻ ചരിത്രത്തിലുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, പ്രമാണം നമ്മൾ വായിച്ചത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയെ സംബന്ധിച്ച ചരിത്രം, വംശാവലി, അവൻ ജനിച്ച നാളുകൾ, അതുമാത്രമല്ല ദൈവം മുൻകൂട്ടി പ്രവചിച്ച, പ്രവാചകന്മാർ മുഖാന്തരം പ്രവചിച്ചതിൻ്റെ നിവൃത്തി കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കന്യകയിലുള്ള ഗർഭധാരണവും കന്യകയിലുള്ള ജനനവും. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രവചനം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവം നിത്യനാണ്. എല്ലാ കാര്യങ്ങളും അവൻ്റെ മുന്നിൽ വർത്തമാനകാലത്തെ പോലെയാണ്. ഇറ്റ്സ് പ്രസൻറ്റ്. നമുക്ക് ഭൂതം, ഭാവി, വർത്തമാനം, ഭൂതം, പഴയത്, വർത്തമാനകാലത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചർ തിങ്സ്, അങ്ങനെ നമുക്ക് 3 കാലങ്ങൾ. ദൈവത്തിന് അങ്ങനെ ഒരു കാലങ്ങളില്ല. എല്ലാം പ്രസൻ്റായിട്ടാണ്. നമ്മളൊരു ഹെലികോപ്റ്ററിൽ മുകളിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു ജാഥ, നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെയൊക്കെ ആ ഷോ ഇങ്ങനെ വലിയ നീണ്ട നിരയാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാലും നമ്മൾ മോളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ സമയത്ത് കാണാം. എന്നാൽ കാണികളായ അവർ ആ സ്റ്റേഡിയത്തിലിരിക്കുമ്പോൾ ഓരോന്ന് പാസ് ചെയ്യുമ്പോഴാണ് അവർ കാണുന്നല്ലയോ. ഗുജറാത്ത് വരുന്നു, അതിനുശേഷം പിന്നെ കേരളം വരുന്നു. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ഈ ഹെലികോപ്റ്ററിൽ നോക്കുന്ന പോലെ ഈ നോസ് എവ്രിതിങ് അറ്റ് ദി സെയിം ടൈം. അതുകൊണ്ട് ദൈവത്തിന് പ്രവാചകന്മാർ മുഖാന്തരമോ നേരിട്ടോ പ്രവചനങ്ങൾ പറയാൻ പറ്റും. ഒരു കന്യക ഗർഭം ധരിക്കും. കന്യക ഗർഭം ധരിച്ച് ആ കന്യക ഒരു മകനെ പ്രസവിക്കും. അവൻ്റെ പേർ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്നായിരിക്കും അവൻ്റെ പേര്. ഇത്ര വലിയ ചരിത്ര സത്യങ്ങൾ, ദൈവിക സത്യങ്ങളുടെ ഒരു സാക്ഷിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളിത് ഓർമ്മ മാത്രമാണത്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ കന്യകയിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്നുള്ള ഈ ദൈവിക സത്യങ്ങൾ അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പറയുന്നതിന് വേണ്ടി അവൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് മാത്രമല്ല,
അവൻ ചെയ്യാൻ പോകുന്ന കാൽവരിയിലെ പ്രവൃത്തി, കാൽവരി എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത്, അത് പാപങ്ങൾ പരിഹാരമായിട്ട് മരിച്ചതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടിയാണ്, അത് ഇസ്രായേലിന് വേണ്ടിയുള്ള ഇസ്രായേൽ ജനമാണ്, തൻ്റെ ജനം. നാം ആരും അവൻ്റെ ജനമല്ല. നാം ജനമാകുന്നത് എങ്ങനെയാണ്? പെന്തക്കോസ്തിന് ശേഷം സുവിശേഷം കേട്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നാം അവൻ്റെ ജനമായി തീരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചരിത്ര വ്യക്തിയിൽ ഈ വംശാവലിയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവചനങ്ങളുടെ അടിസ്ഥാനമായി കന്യകയിൽ ഗർഭധാരണം നടത്തി. കന്യക, ഷീ ഈസ് എ വെർജിൻ. അത് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമുക്കറിയാം. ഇത് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല, വേദപുസ്തകം അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ബൈബിൾ ഈസ് സോ ക്ലിയർ അബൌട്ട് ദി ഫാക്ട്സ്, ദി ട്രൂത്ത്. നമുക്ക് ഗസ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിച്ചോ ഇതായിരിക്കാമെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കന്യക ഗർഭം ധരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് 18-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അതുകൊണ്ട് ഈ കന്യക ഗർഭിണിയാവുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ല. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം നമ്മൾ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അവൻ ദൈവം തന്നെ ആയിരിക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമാകുവാൻ ഒരു പൂർണ്ണ മനുഷ്യനും ആകണം. ക്രിസ്തീയത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, അത് ദൈവം ചെയ്ത വലിയൊരു പ്രവൃത്തി ആയതുകൊണ്ട് അതൊരു വലിയ അത്ഭുതകരമായൊരു കാര്യമാണ്. അത് നമുക്ക് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ, നമ്മളത് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ആ മർമ്മങ്ങൾ, അതിൻ്റെ ആ അത്ഭുതം നമുക്ക് മനസ്സിലാകുകയും നമ്മൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ നന്ദിയുള്ളവരും കൃതാർത്ഥതയുള്ളവരും കൃതജ്ഞതയുള്ളവരുമായി തീരും എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ തന്നെ ഈ കന്യക ഗർഭം ധരിച്ച്, പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച് അവൾ ആ കന്യകയായി തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു മകനെ പ്രസവിച്ചു. കാരണം അതിന് 21-ാം അധ്യായത്തിൻ്റെ 20 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, മകനെ പ്രസവിക്കും വരെ അവൻ എന്ന് പറഞ്ഞാൽ യോസേഫ് അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. അപ്പം അതുകൊണ്ട് യാതൊരു മാനുഷികമായിട്ടുള്ള വികാരങ്ങളോ വിചാരങ്ങളോ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ആ മറിയ കന്യകയായി തന്നെ തുടരുകയും ആ കന്യകയിൽ നിന്ന് പ്രസവം പ്രസവിക്കുകയും ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ദൈവിക സത്യങ്ങളാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇത്ര മഹാനാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്ന് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാകുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും അവനെ സേവിക്കാനും നാം പലപ്പോഴും തീരുമാനമെടുക്കുന്നത്. അവൻ്റെ മഹത്വം നമ്മൾ കാണുമ്പോൾ. അപ്പോൾ കന്യക ഗർഭധാരണം മാത്രമല്ല, അവൾ കന്യകയായി തന്നെ യേശു അവളുടെ ഗർഭപാത്രം തുറന്ന വന്ന ആദ്യത്തെ മകനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അപ്പോൾ അങ്ങനെ കന്യക ഗർഭധാരണം നടത്തി പരിശുദ്ധാത്മാവ് വഴി ഗർഭിണിയാകുകയും കന്യകയായി തന്നെ അവൾ തുടർന്ന് അവളുടെ കന്യക ജനനം വഴി കർത്താവ് യേശു ക്രിസ്തു ജനിക്കാനുണ്ടായത്. അതുപോലെ 1-ാം അധ്യായത്തിൻ്റെ 22 നമ്മൾ ഓർത്തു, അവൻ്റെ പേർ വിളിക്കും. അവന് നാമം എന്തായിരിക്കണം? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ്. എത്രയോ അത്ഭുതകരമായൊരു കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള പല സന്ദേശങ്ങളിലും ഞാനത് ഓർക്കുകയുണ്ടായി. ദൈവം, സർവവ്യാപിയായ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളത്. നമ്മൾ സന്ദർശിച്ചു. പാപികളായിരുന്നപ്പോൾ തന്നെ, നമ്മൾ ദോഷികളായിരുന്നപ്പോൾ തന്നെ, ദൈവത്തിന് ശത്രുക്കളായപ്പോൾ തന്നെ നമ്മൾ സന്ദർശിച്ച് നമ്മുടെ കൂടെ നടന്ന് അവൻ ദൈവം ആരാണെന്ന് നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ ക്രിസ്മസ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓർമ്മ പെരുന്നാളാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. അത് ഡിസംബർ 25 എന്നുള്ളത് അതൊരു വെറും ഒരു ട്രഡീഷൻ മാത്രമാണ്, ഒരു ട്രഡീഷനാണത്. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന
ഒരു വിഷയമല്ല. എന്നാൽ ഒരു ദിവസം ജനിച്ചു എന്നുള്ളത്, ആ ജനനത്തെ സംബന്ധിച്ച ദൈവവചനം പറയുന്ന സത്യങ്ങൾ, അതാണ് ക്രിസ്തുമസിനെ അനുഗ്രഹമാകുന്നത്. അതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. അനുഗ്രഹീതമായ ഒരു പേര് അവന് കിട്ടി. അത് മുന്നമേ പ്രവാചകന്മാർ വഴി ദൈവം തീരുമാനിച്ച പേര് ആയിരുന്നു. അതുമാത്രമല്ല, നമുക്കറിയാം, യോസേഫിനോട് ദൂതൻ പറഞ്ഞു, അവന് നിൻ്റെ ഈ ഭാര്യയായി അവളെ സ്വീകരിക്കുകയും അവരൊരു മകനെ പ്രസവിക്കും. ആ മകന് എന്ത് പേരിടണം? യേശു എന്ന് പേരിടണം. ഇല്ലയോ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദൈവിക തലത്തിലുള്ള ഒരു വലിയ പ്രോഗ്രാമിൻ്റെ തുടക്കം ആയിരുന്നു ഈ ക്രിസ്മസ് സുദിനത്തിൽ നടന്നത്. അതുമാത്രമല്ല, ഇവിടെ സ്വർഗത്തിൽ നിന്നുള്ള കർത്താവിൻ്റെ ദൂതൻ എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ ദൂതൻ, ദി ഏഞ്ചൽ ഓഫ് ദി ലോർഡ് എന്നാണ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സ്വർഗീയ പ്രഖ്യാപനങ്ങൾ, സ്വർഗത്തിലെ പ്ലാനും പദ്ധതിയും അത് തീർപ്പാക്കപ്പെടുന്ന, അത് നിവൃത്തിയാകുന്ന ഒരു സുദിനം കൂടിയായിരുന്നു. നമുക്കറിയാം, മറിയെ സന്ദർശിച്ച് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അത് മറിയെ ഗബ്രിയേൽ ദൂതൻ സന്ദർശിക്കുന്നത് അവൾക്ക് സന്ദേശം കൊടുക്കുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അത് എഴുതിയിരിക്കുന്നത് യോസേഫിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഒരു ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയ്ക്കും ആ ദൂതൻ തന്നെ യോസേഫിനും സ്വർഗീയ ദൂത് നൽകുകയാണ്. അപ്പം അങ്ങനെ ഒരു സ്വർഗീയ സന്ദർശനം, ദൈവം മനുഷ്യനെ അവതരിച്ചു എന്നുള്ളത് മാത്രമല്ല, സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാരുടെ സന്ദേശവും ഇതിനോട് കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിസ്മസിൻ്റെ വ്യക്തിയായ കർത്താവായ യേശു ക്രിസ്തുവും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇതൊരു ചരിത്ര വ്യക്തിയും വംശാവലിയുള്ളവനും ദൈവത്തിൻ്റെ ഇടപെടലുള്ള യേശു, അവൻ നമുക്കറിയാം മറിയോട് പറഞ്ഞത് സുവിശേഷം, അതുപോലെ തന്നെ ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇന്ന് നിങ്ങൾക്ക് ദാവീദിൻ്റെ ഗൃഹമായ ബെത്ലഹേമിൽ ഒരു ലോക രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ 4 സുവിശേഷങ്ങളിലും മറ്റ് ലേഖനങ്ങളിലെല്ലാം ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ പ്രവചന ബലത്തിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരുപാട് സംഗതികൾ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കർത്താവിൽ വിശ്വസിച്ച് അവനെ അവൻ എന്താക്കിയാണോ അത് നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഇടത്തുള്ളവരെ വലത്താക്കാനായി തക്കവണ്ണം കുരിശിൽ കയറിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മൾ സ്വീകരിക്കുക. കാരണം അവൻ രക്ഷിതാവാണ്, അവൻ്റെ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരകനാണ് അവൻ. തീർച്ചയായിട്ടും ഇത് അത്ഭുതകരമായ ഒരു സന്ദേശം തന്നെയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് സന്ദേശം ഇതാണ്. ഈ കർത്താവെ നിങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തുന്നു, തിരുവചനത്തിൽ നിന്ന് പരിചയപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ബോധ്യം നൽകുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ഇതെല്ലാം ക്രിസ്മസിൻ്റെ സകല അനുഗ്രഹങ്ങളും നിങ്ങളുടേതായിത്തീരും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, എന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഹാർദവമായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തുമസിൻ്റെ സകലവിധ ആത്മീയവും ഭൗതികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേരുന്നു.
നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ നിത്യപരിപാടികൾ അത് തീരുമാനിക്കുകയും അത് വഴി നടത്തുകയും അത് ഉറപ്പാക്കുകയും ചെയ്ത ദൈവമേ, അവിടത്തേക്ക് നന്ദി പറയുന്നു. തൻ്റെ പുത്രനിൽ അവിടുന്ന് ആവിഷ്കരിച്ച ഈ ക്രിസ്മസ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന് അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മഹത്വവും അവിടത്തേക്ക് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നെ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.